അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. മായയും ഇന്ദ്രനും കൂടുതൽ അടുത്തു. എന്നാൽ മായ എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്നു. അവൾക്ക് പേടിയായിരുന്നു. എപ്പോഴെങ്കിലും തൻ്റെ പ്രണയം ഇന്ദ്രൻ അറിഞ്ഞാൽ പാടില്ല. അവളുടെ മനസ്സിൽ ആരോടും പറയാൻ വയ്യാത്ത ഒരു സ്ഥാനം അവന് കൊടുത്തിരുന്നു. ഇന്നാണ് അപ്പുവും അച്ചുവും വരുന്നത്. അവർ 5 ദിവസം ഇവിടെ കാണും. നെടുമ്പാശ്ശേരിയിൽ നിന്നുമാണ് അവർ ഫ്ലൈറ്റ് കയറുന്നത്. അമ്മാവനും അമ്മായിയും തലേ ദിവസം വരും. മായയ്ക്ക് ലീവ് കുറവാണ്. അതുകൊണ്ട് ഇന്ന് ഉച്ചവരെ ജോലി ചെയ്തിട്ട് ഒരാഴ്ച ലീവ് എടുക്കാൻ തീരുമാനിച്ചാണ് ഓഫീസിൽ ചെന്നപ്പോൾ മനോജ് അവൻ്റെ സീറ്റിലിരുന്ന് ലാപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു. മായ അടുത്തു ചെന്ന് മനോജിനെ വിളിച്ചു. മനുവേട്ട, തിരക്കിലാണോ? എന്താ കാര്യം? എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മനോജ് മായയെ നോക്കാതെ പറഞ്ഞു. എനിക്കൊരാഴ്ച ലീവ് വേണം. മനുവേട്ടനൊന്ന് സാറിനോട് സംസാരിക്കുമോ? അയ്യോ, എന്നെ കളിയാക്കുവാണോ? നിങ്ങൾ ഫ്രണ്ട്സ്. ഇപ്പോൾ ആർക്കെങ്കിലും ലീവ് വേണമെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ മതിയെന്ന് അറിഞ്ഞോ? എനിക്ക് നെക്സ്റ്റ് വീക്ക് 2 ദിവസം ലീവ് വേണമായിരുന്നു. ഒന്ന് സാറിനോട് ഓർമ്മിപ്പിക്കണേ. മനോജ് മായയെ നോക്കി കളിയാക്കി പറഞ്ഞുകൊണ്ട് എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി. മായ ആകെ അടി കിട്ടിയ പോലെ കുറച്ചു നേരം നിന്നു. ജോലിക്ക് വന്ന നാൾ മുതൽ മനോജിനോടാണ് ലീവിൻ്റെ കാര്യം പറയാറ്. നേരിട്ട് ഇന്ദ്രൻ സാറിനോട് ചോദിച്ചാൽ കിട്ടുമായിരിക്കും. എന്നാലും ഇത്രയും നാൾ ഹെൽപ്പ് ചെയ്ത ആളോട് ചോദിച്ചില്ലെങ്കിൽ എന്തു കരുതും? മായ മനോജിൻ്റെ മാറ്റത്തിന് ആകെ വിഷമിച്ചാണ് സ്വന്തം സീറ്റിൽ ഇരുന്നത്. പെട്ടെന്ന് മനുവേട്ടൻ, ഇത് എന്തു പറ്റി? തന്നോടൊപ്പം മിണ്ടാറില്ല. മിണ്ടാൻ ചെന്നാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ? ഇന്ദ്രൻ സാറിനോട് നേരിട്ട് റിക്വസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ? അയാൾ ഇപ്പോൾ വലിയ കലിപ്പിലാണ്. പോവാൻ പറ. ഡെയ്സി മായയോട് ദേഷ്യത്തിൽ പറഞ്ഞു തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു. മായക്ക് കരച്ചിൽ വന്നു. ആരും കാണാതെ മുഖം തുടച്ച് എന്നിട്ട് എണീറ്റ് MDയുടെ റൂമിലേക്ക് നടന്നു. ഇന്ദ്രൻ്റെ അനുവാദം കിട്ടിയപ്പോൾ മായ റൂമിലേക്ക് കയറി. ഇന്ദ്രൻ കണ്ണുകൾ വികസിച്ചു. തൻ്റെ പെണ്ണ് ഇപ്പോൾ ഒന്ന് കാണാൻ കൊതി തോന്നിയതാണ്. അപ്പോൾ ഇതാ എൻ്റെ മുന്നിൽ. പക്ഷേ എന്തോ വിഷമമുണ്ടല്ലോ. മുഖം വാടി ഒരു കരച്ചിൽ കഴിഞ്ഞ പോലെ തോന്നുന്നു. മായ അടുത്തെത്തിയപ്പോൾ ഇന്ദ്രൻ നോട്ടം മാറ്റി. എന്താ മായ? സിറ്റ്. അത് സാർ, എനിക്ക് 1 വീക്ക് ലീവ് വേണമായിരുന്നു. മായ വിഷമിച്ച് പറഞ്ഞു നിർത്തി. എന്താ പെട്ടെന്ന്? വല്ലായ്മയുമുണ്ടോ? ഇന്ദ്രൻ പെട്ടെന്ന് എണീറ്റ് മായയുടെ അടുത്തേക്ക് വന്നു. അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. മായ ഷോക്കേറ്റ പോലെ കണ്ണും തള്ളി ഇന്ദ്രനെ നോക്കിപ്പോയി. ഇന്ദ്രൻ്റെ സ്പർശനം മായയെ മറ്റൊരു ലോകത്തെത്തിച്ചു. അപ്പോഴാണ് ദേവി ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത്. ദേവി ഒന്ന് നിന്ന് തൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ച അവളിൽ അസൂയ ജനിപ്പിച്ചു. പെട്ടെന്ന് വന്നതിൽ സ്പീഡിൽ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി. അവളുടെ മനസ്സിൽ മായ എന്ന പെണ്ണിനെ പച്ചയ്ക്ക് തീ കൊളുത്താൻ തോന്നി. എടി, നിന്നെ ഞാൻ കൊല്ലും. ഇവിടെ പല ക്രൈമും നടക്കുന്നത് ഇങ്ങനെയൊക്കെയാ. നീ പോലും അറിയില്ല. മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിലതൊക്കെ അവൾ ഉറപ്പിച്ചു. ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല. ദേവി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വാഷ്റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് അവനെ എല്ലാം അറിയിക്കാം. സോറി, പെട്ടെന്ന് ഞാൻ കരുതി മായക്ക് സുഖമില്ലാത്തത് കൊണ്ടാണെന്ന്. ഐ ആം സോറി മായ. ഇന്ദ്രൻ പെട്ടെന്ന് എന്തോ ആലോചിച്ച് വേഗം സ്വന്തം ചെയറിൽ ഇരുന്നു. മായ ഇന്ദ്രൻ്റെ മുഖത്ത് നിന്നും ഇപ്പോഴും കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. മായ, എന്താ ആലോചിക്കുന്നേ? ഒരാഴ്ച എന്താ ലീവ്? എവിടെയെങ്കിലും പോവാനുണ്ടോ? അനിയനും വൈഫും ഇന്ന് വരും വൈകിട്ട്. അവർ കുറച്ച് ദിവസം ഇവിടെ കാണും. നെക്സ്റ്റ് മൺഡേ പോവും. നാത്തൂൻ നേഴ്സാണ് ലണ്ടനിൽ. അനിയനും അവിടെ ജോബ് റെഡിയാണ്. പോകുന്നത് വരെ എനിക്ക് അവരുടെ കൂടെ വേണമെന്ന് ആഗ്രഹം. എനിക്ക് വേറെ ആരുമില്ല. മായയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകിയിറങ്ങി. തൻ്റെ ബുദ്ധിമോശം കൊണ്ട് തകർന്ന പെണ്ണാണ് തൻ്റെ മുന്നിലിരിക്കുന്നത്. ഇന്ദ്രൻ്റെ നെഞ്ച് പിടഞ്ഞു. ഇത് താങ്ങാൻ തനിക്കാവില്ല. ഒരു ഉൾപ്രേരണയിൽ ഇന്ദ്രൻ മായയുടെ അടുത്ത് ചെന്ന് മുട്ടുകുത്തിയിരുന്നു കൊണ്ട്, മായ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഇന്ദ്രൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ ഒരു ചോദ്യം അവളുടെ എല്ലാ നിയന്ത്രണവും തെറ്റിച്ചു. മായ അവളുടെ കൈ മുഖത്തേക്ക് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. മോളെ മായേ, കരയല്ലേ. ഇരുന്നു കൊണ്ട് തന്നെ
അവളുടെ കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു. ഞാൻ കൊണ്ടുപോയി വിടാട്ടോ മായേ നിന്നെ. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടിട്ട് ഒറ്റയ്ക്ക് വിടാൻ വയ്യ. മായ ഇന്ദ്രൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. അവൻ്റെ കണ്ണിലാണ് തൻ്റെ ലോകമെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ തോളിൽ അവളുടെ മുഖം ചേർത്ത് വെച്ച് അവളുടെ സങ്കടത്തിൻ്റെ കെട്ടയച്ചു വിട്ടു. അവൻ്റെ കൈകളും അവളിൽ മുറുക്കി. ഇനി ഒരിക്കലും ഇവളെ ഒറ്റക്കാക്കി തനിക്കൊരു ജീവിതമില്ലെന്ന് അവൻ ആ നിമിഷം ഉറപ്പിച്ചു. ഏറെ നേരത്തിന് ശേഷമാണ് മായ സ്വബോധത്തിലേക്ക് വന്നത്. പെട്ടെന്ന് മായ ഇന്ദ്രനിൽ നിന്നും കുതറി മാറാൻ നോക്കി. എന്നാൽ നമ്മുടെ ആശാൻ ഉടുമ്പിൻ്റെ പിടുത്തം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പാവം മായ ചാടിക്കേറി കെട്ടിപ്പിടിച്ചു പോയി. സാർ, എനിക്ക് വേദനിക്കുന്നു, മായ ഇന്ദ്രനോട് നാണത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അവനും ബോധം വന്നത്. ചാടി എണീറ്റ് സീറ്റിൽ പോയിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി സൂക്ഷിച്ചു. ദേ ഇതുപോലെ. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ഫ്ലാറ്റിൽ പോയി സാധനങ്ങൾ എടുക്കാനുണ്ടോ? ഡ്രസ്സുകൾ. മായയ്ക്ക് ഇന്ദ്രനെ നോക്കാൻ ചമ്മൽ തോന്നി. അവൻ അത് മനസ്സിലാക്കിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. അപ്പോൾ പോയി ജോലി ചെയ്യ്. ഉച്ചയ്ക്ക് ഞാൻ പോയി ആക്കാം. അത് വേണ്ട സാർ, ഞാൻ പോയിക്കോളാം. സാറിന് അത് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്നാലും അത് വേണ്ട. എന്നാ ഓക്കെ. ഇന്ദ്രൻ്റെ കണ്ണിലെ വേദന മായയ്ക്ക് അറിയാൻ സാധിച്ചു. എന്തോ അതവളിലൂടെ പടർന്നു. സാർ, അത് പിന്നെ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും? അതാ ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. മറ്റുള്ളവരെ അതാരാ നിനക്ക് ശരിയൊന്ന് തോന്നുന്നത് ചെയ്യാൻ? നീ ആരെയാ പേടിക്കുന്നേ? പിന്നെ നിന്റെ ഇഷ്ടത്തിനാണോ ഈ പറയുന്നത് മറ്റുള്ളവർ ജീവിക്കുന്നേ? അല്ലല്ലോ. അപ്പോൾ നിനക്കും ജീവിക്കാനും ആരെയും പേടിക്കണ്ട, ഇന്ദ്രൻ കുറച്ച് കനത്തിൽ തന്നെ പറഞ്ഞു. എന്നാൽ മോള് ചെല്ലു, പോയി ജോലി ചെയ്യേ. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഈ കൊല്ലത്തെ ലീവൊക്കെ തീർന്നു. ഇനി ലീവും ചോദിച്ചു വന്നാ ബാക്കി പിന്നെ. ഇനി ഇവിടെ നിന്ന് താളം ചവിട്ടാതെ പോയി ജോലി ചെയ്യേ. വേഗം, ഇന്ദ്രൻ കള്ളം ഗൗരവത്തിൽ പറഞ്ഞു. മായ പെട്ടെന്നുള്ള ഇന്ദ്രൻ്റെ ഭാവമാറ്റത്തിൽ പേടിച്ചു പോയി. ഓ, കുറച്ചു മുൻപ് എന്തായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ? ഉറക്കെ പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. പേടിച്ചു പോയോ എൻ്റെ പെണ്ണെ? ഇതൊക്കെ ഈ ഏട്ടൻ്റെ നമ്പറല്ലേ? ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ടേബിളിൽ ഇരിക്കുന്ന ഫയൽ കയ്യിലെടുത്തു. മായ പുറത്തേക്ക് നടന്നു തൻ്റെ സീറ്റിൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദേവിയുടെ അടുത്ത് കുറേ പേർ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. മായ അത് ശ്രദ്ധിക്കാതെ തൻ്റെ സീറ്റിലേക്കിരുന്നു. മായ വേഗത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്. നീ വീട്ടിൽ പോകുന്നത് എപ്പോഴാണ്? ലീവ് കിട്ടിയോ? ഡെയ്സി അത്ര പിടിക്കാത്ത മട്ടിൽ ചോദിച്ചു. ഉച്ചയ്ക്ക് ലീവ് കിട്ടി. ഡെയ്സിക്ക് എന്നോട് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മായ ഡെയ്സിയോട് മുഖഭാവം കണ്ടപ്പോൾ ചോദിച്ചു പോയി. ഉണ്ട്. എന്താ ഓഫീസ് റൂമിൽ സംഭവിച്ചത്? ദേവി ചിലത് പറഞ്ഞു. അതാ. അവൾ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. അത് എന്തായാലും എനിക്കറിയണ്ട. എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കുണ്ട്. മറ്റൊന്നും ഡെയ്സിയോട് പറയാൻ മായക്ക് തോന്നിയില്ല. ഡെയ്സി കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നിട്ട് എണീറ്റ് പോയി. അവളുടെ മനസ്സിൽ മായയോട് ഒരു അനിഷ്ടം തോന്നി. ഉച്ചയായപ്പോൾ മായ ഇറങ്ങാൻ റെഡിയായി. ഇന്ദ്രനെ വിളിക്കാൻ മായക്ക് തോന്നിയില്ല. ധന്യയോടും നാൻസിയോടും പറഞ്ഞിട്ട് മായ ഓഫീസ് വിട്ട് റോട്ടിലേക്ക് ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ ഉച്ചയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല. മായ ഒരു സൈഡ് പറ്റി നിന്നു. അപ്പു നേരത്തെ വിളിച്ചപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്തെത്തിയെന്ന് പറഞ്ഞിരുന്നു. മായ വാച്ചിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കാർ വന്നു നിന്നത്. നിമിഷങ്ങൾക്ക് ശേഷം ക്ലാസ് താന്നു വന്നു. കാറിനകത്തുള്ള ആളെ കാണുമ്പോൾ മായക്ക് അതിയായ സന്തോഷം വന്നു. ഇന്ദ്രൻ സാർ. അവളുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നിത്തിളങ്ങി. ഇന്ദ്രൻ കൈയെത്തി ഫ്രണ്ട് ഡോർ തുറന്നു പിടിച്ചു. മായ ഒന്നും പറയാതെ വേഗം കാറിലേക്ക് കയറി. നീ ആരാണ്? നിന്റെ വിചാരം? എനിക്ക് സാറിനെ ബുദ്ധിമുട്ടാക്കാൻ മതി. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാവാൻ റെഡിയാണ് കേട്ടോ. ഇനി എനിക്കൊന്നും പറയാനില്ല നിന്നോട്. ഫ്ലാറ്റ് എത്തുന്നത് വരെ അവരും പിന്നെ ഒന്നും മിണ്ടിയില്ല. മായ മുകളിൽ പോയി ഒരു ബാഗും എടുത്ത് തിരിച്ചു വരുന്നത് വരെ ഇന്ദ്രൻ വെയിറ്റ് ചെയ്തു. മായ ബാഗ് എടുത്ത് ബാക്ക് സീറ്റിലേക്ക് വെച്ചു. പിന്നെ ഫ്രണ്ട് ഡോർ തുറന്ന് കാറിലേക്ക് കയറി. പോവാം. അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ? അതിന് സാധനങ്ങളൊന്നും മേടിക്കണ്ട. വേണ്ട, അപ്പു എല്ലാം മേടിച്ചോളും. അവൻ എത്തി
സ്പെയർ കീം അവൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കുക്കിംഗ് എല്ലാം തുടങ്ങിക്കാണും. അത് കൊള്ളാം, അനിയന് കുക്കിംഗ് അറിയാലേ. എനിക്കൊന്നും അറിയില്ല. അപ്പുവിന് എല്ലാം അറിയാം. അവനും ഞാനും കൂടിയാ എല്ലാം ഉണ്ടാക്കാറ്, മായ അഭിമാനത്തോടെ പറഞ്ഞു. അവരുടെ സംസാരം പിന്നെയും നീണ്ടു. അവർക്കിടയിൽ വിഷമങ്ങൾക്ക് പഞ്ഞമില്ലാതായി. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് സംസാരം നീങ്ങി. മായ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഇന്ദ്രൻ വണ്ടി ഓടിച്ചു. മനോഹരമായ ഒരു വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അപ്പു പുറത്തേക്ക് ഇറങ്ങി വന്നു. മായയെ കണ്ടപ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ വികസിച്ചു. മായ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ അപ്പു അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, എങ്ങനെയുണ്ട്? അത്രമാത്രം അപ്പുവിൽ നിന്നും മായയ്ക്ക് കേൾക്കാൻ പറ്റിയുള്ളൂ. അപ്പുവിൻ്റെ തേങ്ങൽ മായയെ തളർത്തി. അവിടെ അനിയനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. മറ്റാരെയും അവർ കണ്ടില്ല. എനിക്ക് സുഖമാണ് അപ്പു. നീ ഇങ്ങനെ കരഞ്ഞാൽ ദേ നിന്റെ അച്ചു എന്തു കരുതും? അപ്പുവിനെ അടർത്തി മാറ്റി അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് മായ ചിരിയോടെ ചോദിച്ചു. ചേച്ചിക്ക് ഒരു വിഷമവുമില്ലേ? എന്നെ മിസ് ചെയ്തില്ലേ? അവൻ വിഷമത്തിൽ ചോദിച്ചു. ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? നിന്നെ എൻ്റെ അച്ചുവിനെ ഏൽപ്പിച്ചല്ലേ ഞാൻ പോന്നേ. പിന്നെ നീ എൻ്റെ പ്രാണനല്ലേ. അപ്പു, നിന്നെ മറക്കാൻ എനിക്കാവുമോ? മായയുടെ തൊണ്ട ഇടറി. അതെ, ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയുണ്ട്. ഓ, എന്താ സ്നേഹം! അച്ചു മായയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കള്ളക്കൗരവം കലർത്തി പറഞ്ഞു. അപ്പോഴാണ് ഇന്ദ്രന് മായയെ ഓർത്ത് പെട്ടെന്ന് തിരിഞ്ഞ് കാറിലേക്ക് നോക്കി. ഇന്ദ്രൻ അവരുടെ സ്നേഹം കണ്ട് ചിരിയോടെ ഇരിക്കുകയായിരുന്നു. സാർ, ഇറങ്ങി വാ. മായ ഇന്ദ്രനെ പുറത്തേക്ക് ക്ഷണിച്ചു. ഇന്ദ്രൻ ഇറങ്ങി വന്നു. അപ്പുവിനെ കൈ കൊടുത്തു. അകത്തേക്ക് കയറുന്നതിന് മുൻപ് ഇന്ദ്രൻ അപ്പുവിനെയും അച്ചുവിനെയും പരിചയപ്പെട്ടു. ഇങ്ങനെ പുറത്ത് നിന്നാ മതിയോ? വാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് അച്ചു. അപ്പു അച്ചുവിനോട് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ നോക്കി. ഇന്ദ്രൻ സാർ, വാ. അപ്പു, എന്നെ സാർ എന്നും വിളിക്കണ്ട. ഇന്ദ്രൻ എന്നോ ഇന്ദ്രേട്ട എന്നോ വിളിച്ചോ. ഓക്കെ ഇന്ദ്രേട്ട, അപ്പു ചിരിയോടെ പറഞ്ഞു. ഞാനും വരാം അച്ചു. മായ അച്ചുവിൻ്റെ കൂടെ കിച്ചണിലേക്ക് പോവാൻ തിരിഞ്ഞു. അകത്ത് നിന്നും എന്തോ താഴെ വീഴുന്ന സൗണ്ട് കേട്ട് മായ അങ്ങോട്ട് ചെന്ന് നോക്കി. അച്ചു അപ്പുവിനെ നോക്കി. ഇനി എന്താവുമെന്ന ഭാവമാണ് അച്ചുവിൽ കണ്ടത്. അകത്ത് കണ്ട കാഴ്ച മായക്ക് ദേഷ്യം ഇരച്ചു കയറി. അപ്പു! മായയുടെ അലർച്ച ആ റൂമിൽ ഇരുന്ന് കളിക്കുന്ന മരിയ കുട്ടിയെ ഞെട്ടിപ്പോയി. പേടിച്ച് പുറകിലേക്ക് നോക്കിയ മരിയ കാണുന്നത് മായയെയാണ്. മരിയ വേഗം എണീറ്റ് എങ്ങോട്ട് പോകണമെന്ന് ആ കുരുന്നിന് അറിയാതെ നിന്നു. വാതിലിൻ്റെ മുന്നിൽ അപ്പുവിനെ കണ്ടപ്പോൾ മരിയ ഓടിച്ചെന്ന് അവനെ വട്ടം പിടിച്ച് മുഖം ഒളിപ്പിച്ചു. ആ കുഞ്ഞ് വല്ലാതെ പേടിച്ചുവെന്ന് അപ്പുവിന് മനസ്സിലായി. എന്താ ചേച്ചി, ഈ കുട്ടി എന്താ ഇവിടെ? എനിക്കിഷ്ടല്ല. ഇപ്പോൾ തന്നെ കൊണ്ടുപോയി വിട്. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ചേച്ചി ഒന്ന് റിലാക്സ് ആവ് പ്ലീസ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോട് പറയാനുണ്ട്. ഇപ്പോൾ അതിനുള്ള സമയമല്ല. ഇന്ദ്രൻ സാർ ഉണ്ട്. മായ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് പോയി. ഇന്ദ്രൻ എന്താ സംഭവമെന്ന് മനസ്സിലായില്ല. എങ്കിലും ഒന്നും മനസ്സിലായി. ആ കുട്ടിയാണ് മായയുടെ ദേഷ്യത്തിന് കാരണം. അവൻ്റെ കണ്ണിൽ ആ കുഞ്ഞ് നിറഞ്ഞു നിന്നു. അവൻ്റെ കൈ അറിയാതെ കുഞ്ഞിലേക്ക് നീണ്ടു. പേടിയോടെ നിൽക്കുന്ന കുഞ്ഞ് കുറച്ച് മടിയോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇന്ദ്രൻ അവൻ്റെ മടിയിലേക്ക് കുഞ്ഞിനെ ഇരുത്തി. പെട്ടെന്ന് ഇന്ദ്രൻ കുഞ്ഞിൻ്റെ കവിളിൽ ചുണ്ട് ചേർത്തു അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നെ ഇന്ദ്രൻ അപ്പവും കുഞ്ഞും കൂടി പുറത്തേക്ക് പോയി. അവരുടെ കളിച്ചിരി ഉയർന്നു കേട്ടപ്പോൾ മായയിൽ മാത്രം ഒരു അസ്വസ്ഥത വന്നുകൂടി. പിന്നെയും ഒരുപാട് നേരം കഴിഞ്ഞാണ് ഇന്ദ്രൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. എല്ലാവരോടും യാത്ര പറയുമ്പോൾ ഇന്ദ്രൻ്റെ കണ്ണിൽ മായയും കുഞ്ഞും നിറഞ്ഞു നിന്നു. കാരണം ഇല്ലാതെ ഇന്ദ്രൻ്റെ നെഞ്ച് പിടഞ്ഞു മരിയ കുട്ടിയെ പിരിഞ്ഞപ്പോൾ. വണ്ടിയിലിരിക്കുമ്പോഴും അവൻ്റെ കണ്ണിൽ ആ കുരുന്നിൻ്റെ മുഖം അവനെ സങ്കടപ്പെടുത്തി. ഇന്ദ്രൻ നേരെ കൊച്ചിയിലെ ഹോമ മാളിൽ കാർ പോർച്ചിൽ കൊണ്ട് കാർ നിർത്തി ഇറങ്ങി മുന്നോട്ട് നടന്നു. കുഞ്ഞിന് ഡ്രസ്സും ടോയ്സും മേടിക്കണമെന്ന് ഇന്ദ്രൻ്റെ മനസ്സ് ആഗ്രഹിച്ചാണ് വന്നത്. അവൾ തൻ്റെ കുഞ്ഞാണെങ്കിൽ എന്ന് ഒരു നിമിഷം ഇന്ദ്രൻ അതിയായി ആഗ്രഹിച്ചു. മുന്നോട്ട് നടന്നു പോകുന്ന ഇന്ദ്രൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥത നിറഞ്ഞു. അവൻ മാളിൻ്റെ എൻട്രിയിലേക്ക് എത്തി. നടന്നു മാളിലെ ലിഫ്റ്റിലേക്ക് കയറാൻ പോയ ഇന്ദ്രൻ്റെ പുറകിൽ നിന്നും ഒരു വിളി കേട്ടു. തിരിഞ്ഞു നോക്കി. ഇന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്ന ആളെ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് ചുവന്നു.